പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടിളക്കാൻ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നിളക കാടിളയെന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇത് എവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെയായിരുന്നു? വന്നേ വാ പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ നടക്കുകയാണോ അതോ എഴയുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങൾ വഴിതെറ്റിക്കല്ലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ? അയ്യോ, എനിക്ക് വയ്യ ഇനി നടക്കാൻ. ആരെ കാണുന്നില്ലല്ലോ. എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ തന്നെ ഇരിക്കാവുന്ന. സിമി, ഇത് കണ്ടോ? അതുമല്ല, പുലിയോ മറ്റോ പിടിച്ചായിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? കാട്ടിലെങ്കിലും പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ? ഒരിടത്ത് തിരുത്തി അവിടെ ഇരിക്കണം. വാ, അത് നിങ്ങൾ കാണാഞ്ഞിട്ടല്ലേ? എവിടൊക്കെ നോക്കി പോയിട്ടുണ്ടേ, ബംഗ്ലാവ് കണ്ടോ? മോനെ, മോനെ, ഇത് അയാളായിരിക്കുന്നേ. ആ രഘുറാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കടി കരുന്നാക്കെ. മതിയായി. വാ, നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ, വിവരം അറിയും. മുത്തങ്ങ വാച്ചറ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കരുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ല. എന്നിട്ടാണ് തട്ടികളെ ഞാൻ ഇവിടെ ഉണ്ടടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മങ്കൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വിളിപ്പുറത്താണ് ഞാൻ. ആരെയും കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്, എലിഫന്റ് ടീത്ത്, ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ലു പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുകയില്ല. എന്നെ ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനൊരു ബംഗ്ലാവ് ആരും കാണുന്നില്ലല്ലോ. ആരാത്? സത്യം പറ. ബോയ്സിന്റെ സൗണ്ട്, ഗേൾസിന്റെ സൗണ്ട്. എടാ, ഇത് ഫോറസ്റ്റ് ഓഫീസാണോ അതോ ബ്രോത്തൽ ഹൗസ്? ചുറ്റിക്കളിക്ക് ചുറ്റുപാടുണ്ടാക്കി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കുന്ന പണിയാണ് നിനക്ക്. അല്ലടാ ഭാസ്കര? ഭാസ്കര, ഭാസ്കര. ഓ, അയാൾ ഇതിനകത്തുണ്ടാവില്ല. ഭാസ്കര, ഭാസ്കര ഭാസ്കര എന്ന് വിളിച്ച് ഇവിടെ നിന്നോ. ദേ, നമുക്ക് പോവാട്ടോ. വിനോദ, ഈ പാതിരാത്രി ഇനി എങ്ങോട്ട് പോവാനാ? ഇത്രയും നേരം വിളിച്ച അയാളെ കണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ല മരച്ചോട്ടിലും മറ്റു പോയി കിടന്നുറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. വല്ല കാട്ടാനായിട്ട് ചവിട്ടുകൊണ്ട് ചാവാൻ. ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തുവാശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പം കാട്ടിലായാലും. ഞാൻ ആനച്ചാലിൽ കൂടെ ഒറ്റ വിടല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമുക്ക് നല്ല മൈലേജ് അല്ലേ? ഇവിടെ വന്നപ്പോ വാതിൽ തുറന്നു കൊടുക്കും. അപ്പൊ വാച്ചർ ഭാസ്കറിന്റെ എവിടെ പോയി? ഭാസ്കർ ഇവിടെ എവിടെയും കാണുന്നേ. ഭാസ്കരല്ലേ രാത്രിയിലെ മഞ്ഞല്ലേ എവിടെയും ചെറിയ ചുറ്റികളി കാണുന്നേ. നിങ്ങൾ അകത്തേക്ക് വാങ്ങോളാം. ഗേൾസ്, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്, മറക്കരുത്. പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് 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 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എങ്ങനെയുണ്ട് ഈ കൊട്ടാരം? കൊള്ളാം.
നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് വാച്ച്മാൻ ഭാസ്കരൻ ഈ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നത്. 100 വർഷത്തെ പൊടിയോ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൊടുങ്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്ക്. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം, അതാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ സായിപ്പിനുണ്ടായിരുന്ന കോൺസെപ്റ്റ്. പക്ഷേ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ ഭാസ്കറിന്റെ കോൺസെപ്റ്റ് വേറെയാ. കാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാട്. റൂംസ് ഒക്കെ നല്ല റോയൽ ടച്ച് അല്ലേ? നമുക്ക് കാര്യം ചെയ്യാം, ആ ഭാഗത്തുള്ള റൂംസ് ലേഡീസ് കൊടുക്കാം. അവർക്കാണ് കൂടുതൽ പ്രൈവസി വേണ്ടത്. ലേഡീസ് പ്ലീസ്. നമുക്ക് ആ സൈഡിൽ ഒതുങ്ങാം. എന്താ? നമ്മളോ? കൂടെ കിടത്താൻ പറ്റിയ ഒരാള്, അതും നല്ല ഫോമില്. എന്റെ ഫോമിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. വിനോദ ഇയാളില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പല നായുടെ തരുടെ വായി പോയി ചത്തനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മാഷേ, ഇതാണ് മനുഷ്യന്റെ കാര്യം. നന്ദി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു. വെരി ബാഡ്. എന്താ ഇത്? ഇതോ? ആ, ഇത് കോടാലി. അത് മനസ്സിലായി. ഇത് എന്തിനാ? വെറുതെ അങ്ങോട്ട് ചെയ്യുന്ന മുറി തുറക്കത്തില്ല. പിന്നെ ഭാസ്കറിന്റെ കയ്യിലെ താക്കോല്. വി ആർ ഇൻട്രൂഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, ട്രെസ്പാസേഴ്സ്. നമ്മൾ അതിക്രമിച്ച് കടന്നവരാ. നമുക്ക് മുറി തുറക്കണമെങ്കിൽ വെട്ടിപ്പൊളിക്കണം. Come on. ഇത് നമുക്ക് കോടാലിയെ ഉറപ്പാ. പാപി ചെല്ലുന്നിടം പാതാളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് ഈ വീട്ടിലും എന്തൊക്കെയോ ഉണ്ട്. എന്ത്? ദേ തുറച്ച നോട്ടം കണ്ടില്ലേ? ആരുടെ? ഈ സായിപ്പിന്റെ. ആരാണോ വലിയ വാരി നിലവിളിച്ചത്? അത് അയ്യോ, ചോര. എന്താ, കൈ മുറിഞ്ഞോ? അല്ല, മച്ചന്റെ മോളിന്ന് ചോര. അയ്യോ, ഇത് ചോര തന്നെയാണ്. കണ്ടില്ലേ, നല്ല കട്ട ചോര. പക്ഷേ മനുഷ്യ ചോരയല്ല, നോട്ട് ഹ്യൂമൻ ബ്ലഡ്. വിനോദേ വാ, നമുക്ക് മോളിൽ പോയി നോക്കാം. വാ. വേണ്ട. അയ്യോ, രക്തദാഹികളും മാംസക്കുതിയന്മാരും അലഞ്ഞു നടക്കുന്ന താഴ്വരയാണിത്. സൂക്ഷിക്കണം. അതും നിങ്ങളെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ. നിങ്ങൾക്കും അവരോട് ഒന്ന് പോയിക്കൂടെ? ഞാൻ പോടാം. ശരിക്കും പ്ലീസ് പ്ലീസ്. ഓക്കെ. ഇതിന്റെ മുകളിൽ ഇപ്പൊ എങ്ങനെ കേറുക? അച്ഛനെ കയറി നോക്കാനൊന്നുമില്ല. വളരെ പൗരാണികമാണ്. പൊത്തിപ്പിടിച്ച് കയറിയ ചിലപ്പോൾ നടുവി. പൂച്ചയും മരപ്പറ്റി തമ്മിലുള്ള മൽപ്പിടുത്തം. ഇറച്ചിക്ക് വേണ്ടി ഈ മൗസ് മീറ്റ്, എലിയുടെ ഇറച്ചി. വാ പോവാം. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇല്ലടാ, ഒന്നല്ല, മൊത്തം കുഴപ്പം. അച്ഛന്റെ മുകളിൽ എന്താ മീനാക്ഷി ഒരു ഒച്ച കേൾക്കുന്നത്? ആരോ നടക്കുന്ന പോലെ. ആരായിരിക്കും? എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പേടിച്ചാലോ? ആനമല അടിവാരത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ബസ് സ്റ്റോപ്പ്, എയർ സ്റ്റോപ്പ്, ട്രെയിൻ സ്റ്റോപ്പ്, ബോട്ട് സ്റ്റോപ്പ് മുതലായവ ഉടനടി അടിച്ചു മാറ്റണമെന്ന്, അല്ല സ്ഥാപിക്കണമെന്ന് ആനമല ഡെവലപ്മെന്റ് അതോറിറ്റി പ്രസിഡന്റ് ശ്രീ ആനമല ജോളി ഹൈക്കമാൻഡിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാ നിങ്ങള്? അല്ല, ഇവിടെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വന്നു? എന്നോടാണോ? അതെ. ചോദ്യം എന്നോട് വേണ്ട. ഈ ആനമല ജോളിയുടെ മുഖത്ത് നോക്കി ഇതിനു മുമ്പ് ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, അറിയാമോ? അഭിനന്ദിച്ചില്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കരുത് കുട്ടികളെ. സോറി, ഈ ആനമല ജോളി ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞാനും വോട്ടർമാരുടെ ഇടയിൽ ആനമല എന്നാണ് എന്നെ അറിയപ്പെടുക. ഹൈക്കമാൻഡ് എന്നെ ഹലോ ജോ ജോ എന്നേ വിളിക്കൂ. അങ്ങനെ വിളിച്ചാലേ ഞാൻ വിളി കേൾക്കൂ, ഇല്ലെങ്കിൽ കേൾക്കില്ല. അതാണ് ഞാൻ. പറഞ്ഞു കൊടുക്കൂട്ടി. ആനമല ജോളി കേട്ടിട്ടില്ലേ? ഈ ഭാഗത്ത് വലിയ പുള്ളിയാ. പുള്ളിയല്ല, പുള്ളി. ആ, പുള്ളി. പുള്ളിയൊക്കെ വലിയ പുള്ളി തന്നെയാ. പിടികിട്ടാ പുള്ളി. ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കൂ. ഞാൻ പറയാനുള്ള എവിടെയാണെങ്കിലും പറയും. മനസ്സുണ്ട് കേട്ടാ മതി. നിങ്ങൾ അങ്ങനെ ഇതിനകത്ത് വന്നു? അച്ഛൻ പറഞ്ഞിട്ട്. അച്ഛനോ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. അച്ഛനെ അറിയോ? ഇല്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. കേടിയ. കേടിയോ? കുറ്റിപ്പുറം ദാമോദരൻ, KD. എന്നും ജയിലില്. സ്വാതന്ത്ര്യം കൊതിച്ചു കൊതിച്ച് അവസാനം ജയിലിൽ തന്നെ കിടന്നു. വെള്ളം കിട്ടാതെ പെടഞ്ഞു പെടഞ്ഞ് മരിച്ചു. അപ്പൊ
അപ്പൊ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നോ? ഫൈറ്റർ ഒന്നും ആയിരുന്നില്ല. അത് പോട്ടെ, ആരൊക്കെയാ നിങ്ങൾ? വല്ല നിവേദനവും ഒക്കെ ആണെങ്കിൽ നിവേദനം മാത്രമായി ഞാൻ വാങ്ങാറില്ല. നിവേദനത്തിനുള്ളിൽ വേതനവും കൂടി കിട്ടണം. സാർ ഞങ്ങൾ സ്റ്റുഡൻസാ. എങ്കിൽ കൺസെഷൻ തരാം. ചേട്ടാ, ഞങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി. ഞാനും പെട്ടിരിക്കുക. ഞങ്ങൾക്ക് തലചായ്ക്കാൻ 2 മുറി വേണം. ആ വാച്ചർ ഭാസ്കരൻ എവിടെ? മേളിലുണ്ട്. മേളിലുണ്ട്. വീട്ടുപേരാ മേളിലുണ്ട് ഭാസ്കരൻ. ഇവിടെ മുറിയൊന്നുമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ശല്യപ്പെടുത്തും. ഞാനൊരു ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുഖച്ഛായ മാറ്റുന്ന ഹൈക്കമാൻഡ് ലിസ്റ്റ്. ഒരു പൊതുപ്രവർത്തകനെ ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ശരി, ഇവിടെ എവിടെങ്കിലും കിടന്നോളൂ. താങ്ക് യു സാർ. വിഷ് യു ദ സെയിം. സാറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മറക്കാൻ പറ്റില്ല. 1 മിനിറ്റ്. ആ മാല ഗോൾഡ് ആണോ? വൈറ്റ് ഗോൾഡാ? വെരി ഗോൾഡ്. അല്ല സാർ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടേ. ഈറ്റിങ്ങിന് വല്ല രക്ഷയുണ്ടോ? ഞാൻ വന്നപ്പോ നോക്കി 6 മുട്ടയും പഴങ്കഞ്ഞിയും മാത്രമായിരുന്നു അടുക്കളയില്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മക്കളെ. ടീനേജേഴ്സ് അല്ലേ, ഡ്രീംസ് ഒക്കെ കാണണ്ടേ. ശരിക്കും ഒരു രാവണം കോട്ടൻ തന്നെ. ഇതിന്റെ അടുക്കള എവിടെയാണോ? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അയ്യോ വേണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അയ്യോ, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ആ കുപ്പി കണ്ടപ്പോഴേക്ക് അയാളുടെ ഒരു ആവേശം കണ്ടില്ലേ? സത്യം പറയുന്നു. ദേ, ആ കുപ്പിയും ഗ്ലാസും കൂടി വിഴുങ്ങരുത് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടത് ആശാനെ. ഓ, പിന്നെ എനിക്ക് 2 എഗ് ഫ്രൈ. എനിക്ക് ആനമുട്ട ഉണ്ടാക്കി തരാം. എഗ് ഫ്രൈ എന്നാലും മതി. വിനോദേ, എന്താ എന്താ ഇത്? ഇയാളൊരു റൂമിൽ കയറിയുന്നേ. എന്തിന്? എന്തിനാണ്? യാത്ര വഹിക്കാനാണത്രേ. ഞാൻ കണ്ടില്ലായിരുന്നു ഇവര്. കാണുന്ന പോലെ കള്ള് മാത്രമല്ല, ഒന്നാം തരം ക്രിമിനൽ കൂടി അയാള്. നാണോ ഇല്ലല്ലോ തനിക്ക്? ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? ചെന്ന് ഇറങ്ങി പോടോ. അല്ലെങ്കിലും വഴിച്ചണ്ടകളുടെ ഗതിയാ കുടിയന്മാർ. ആർക്ക് എപ്പോ വേണേ എടുത്തിട്ടടിക്കാം. ആര് ചോദിക്കാൻ? അതെ, ഇയാൾ അധികം പ്രസംഗിക്കണ്ട. ഓ ശരി, ഒന്ന് കേറി നോക്കിപ്പോയി. തെറ്റ്, മാപ്പ്. ഇന്നിനിപ്പൊ നമ്മൾ തമ്മിൽ ഈ വഴിയമ്പലത്തിൽ വെച്ച് പൊതി കഴിക്കണ്ട. ആരും ഏറ്റെടുക്കാനില്ലാത്ത ഈ മാനക്കേട് ഞാൻ എന്റെ തലയിൽ വെച്ചു. പോരെ? മതിയടോ തന്നെ നാടകം. അയ്യോ, നമ്മളെന്ത് നാടകം കളിക്കാൻ? ആശാന്റെ മുമ്പിൽ നമ്മൾ വെറും ക്ഷീച്ചു. ഇത് മെർലിൻ ബ്രാൻഡോ അല്ലേ? ആ മതി, തൽക്കാലം ഇയാളൊന്ന് പോയേ. ഓ, സമ്മതിച്ചിരിക്കുന്ന ആശാനെ. ആണുങ്ങളാ എങ്ങനെ വേണം. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. കിടന്നുറങ്ങിക്കോ. ഇനി ആ ശല്യം ഉണ്ടാവില്ല. വാടാ, കിടന്നോ, വാതിലടച്ചോ. നീ വന്നോണ്ടാ, അല്ലേ 2 കൂടി ഞാൻ കൊടുത്തനെ. എടാ, അയാളൊരു സ്ട്രേഞ്ചറാ, വിശ്വസിക്കാൻ കൊള്ളില്ല. മിണ്ടാതിരി. ഒച്ച കേട്ടിട്ട് ജോളി സാർ അങ്ങോട്ട് വരാൻ ഞാൻ നന്നായി. എടാ, അന്തസ്സുള്ള ആരും ഇതിലൊന്നും ഇടപെടില്ല. ജോളി സാർ, ബുദ്ധിമുട്ടായോ? പോയി കിടന്ന് ഉറങ്ങു മക്കളെ. മുകളിലാണോ? അല്ല, ഞാൻ താഴെ തന്നെയാ. കളഞ്ഞു വാടാ, വാ. എന്താ
ഉറങ്ങാത്തത്? വിനോദ നമ്മുടെ റൂമിൽ കയറി വന്നത്. രാം അവനെ പിടിക്കാൻ വന്നതാ. എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് നീ എന്താ നേരത്തെ പറയാതിരുന്നത്? ചുമ്മാ അയാളെ വെറുതെ വഴക്ക് പറഞ്ഞില്ലേ? പാതിരാത്രിക്ക് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഈ വിനോദിന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നേരം വെളുക്കട്ടെ എന്തായാലും. ചുമ്മാടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. തിന്നണോ ഉറങ്ങണോ എന്നൊരൊറ്റ ചിന്തയുള്ളൂ ഇതിന്. എനിക്കെന്തോ പേടിയാവുന്നു സിമി. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നൊരു ഫീലിംഗ്. ചിരിച്ചും കളിച്ചും നമ്മുടെ ജീവിതം എങ്ങോട്ടാ ഒഴുകി പോകുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സിമി? അവിടെ ഒരു സ്മോൾ ആന നിപ്പുണ്ട്. അതിനെ ഒന്ന് ഓടിക്കാൻ വേണ്ടി അടിച്ചതാ. എന്താ പേടിച്ചു? എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല. അതെന്താ? മുറിയിൽ വന്നത് നിങ്ങളായിരുന്നില്ല, എനിക്ക് ഉറപ്പാ. നിനക്കെന്താ തൃക്കണ്ണുണ്ടോ? ചിലരെ മനസ്സിലാക്കാൻ തൃക്കണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. ഈ സാധാ കണ്ണുമതി. ലൈറ്റ് വന്നപ്പോ അവൻ നിങ്ങളെ കയറി പിടിച്ചു. നിങ്ങൾ ശരിക്കും ഞങ്ങളെ രക്ഷിക്കുക ചെയ്തത്. അല്ലെങ്കിൽ അത് മതി വിനോദം ചാക്കും തമ്മിൽ അടിയുണ്ടാവാൻ. രക്ഷിക്കാൻ നമ്മളാര്? ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അതൊക്കെ താനേ അങ്ങ് സംഭവിക്കുകയാണ്. ചില നേരങ്ങളിൽ ചില മനിതറുകൾ ചിലത് ചെയ്യുന്നു. ചെയ്യിക്കുന്നത് ഏതോ ഒരു ശക്തി. അവനാണ് സാക്ഷാൽ രക്ഷകൻ. നല്ല ഫോമിലാണല്ലോ. വേണോ? നല്ല വൈൽഡ് റം, കാട്ടുചാരായം. പെമ്പിളരുത് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പൂർവികന്മാരായ മഹർഷിമാർ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഈ തീവെള്ളമായിരുന്നു ഭക്ഷണം. ഈ തീർത്ഥമാണ് ചിന്താശക്തി ഉണർത്തുന്ന തീവെള്ളം. ശരിക്കും ശരിക്കും നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? മഞ്ഞു പെയ്യുന്ന ഈ രാത്രിയിൽ കേൾക്കാൻ സുഖമുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ആരാ? വെറും പഥികൻ, ഏകാന്ത പഥികൻ. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു അപരിചിതൻ. എ സ്ട്രേഞ്ചർ. ഹലോ അപരിചിതൻ. സബ്ജക്ട് ഫിലോസഫി പഠിച്ചു പഠിച്ച് വട്ടായിപ്പോയി. ഇനി എങ്ങോട്ടാ യാത്ര? മേപ്പോട്ട്. മുകളിലേക്കെന്നും പറയാം. ഉയരങ്ങളിലേക്കുള്ള യാത്ര. ഒറ്റയ്ക്കോ? പേടിയാവില്ലേ? തണുത്ത് മരവിച്ചു പോവും. പേടിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പ്രകൃതിയുടെ മായിക സൗന്ദര്യം മാത്രം. രൗദ്രതയില്ല, തെളിഞ്ഞ അന്തരീക്ഷം, മഹായുദ്ധത്തിന് ശേഷമുള്ള ശാന്തത. പിന്നെ ഞാനൊരു ശാസ്ത്ര സത്യം പറയട്ടെ, ആരോടും പറയരുത്. മനസ്സിന് ചൂടുണ്ടെങ്കിൽ ശരീരം മരവിക്കില്ല. അപ്പൊ പിന്നെ ഈ ഹൈടെക് സന്യാസി ലൈൻ എനിക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടാ. അത് കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കഥാകാരിയാണ്, കലാകാരിയാണ്. പക്ഷെ ഒരു കഥയില്ലാത്തവളാണ്. വെറുതെ ആണോ ഈ കണ്ണിങ്ങനെ ഉണ്ടക്കണ്ണായി പോയത്? കഥ കേട്ടിങ്ങനെ തള്ളിത്തള്ളി വരുന്നതല്ലേ? അല്ല, പൂർവാശ്രമത്തിൽ ഈ യോഗിക്ക് എന്തായിരുന്നു ജോലി? ജോലിയിൽ എന്തിരിക്കുന്നു? അപ്പൊ ജോബ്ലെസ്സാ? അല്ല, ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ജോലി അതായിരുന്നല്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഞാൻ പോകാത്ത കാടുകളില്ല. വൻ നഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഘോരവനങ്ങളാണ്. എൻ്റെ സ്നേഹം എപ്പോഴും പറയുമായിരുന്നു കാടവളുടെ ശത്രുവാണെന്ന്. കാട് ആരുടെയും ശത്രുവല്ല. എന്തൊക്കെയാ പറയുന്നേ? ഒന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോകുന്നല്ലേ ഉള്ളൂ. ആരാ ഈ സ്നേഹ? എൻ്റെ സ്വന്തം അനിയത്തി. അവളുടെ അമ്മയും അച്ഛനൊക്കെ ഏട്ടനായിരുന്നു. ഏട്ടൻ ക്യാമറയും തൂക്കി കാട് തണ്ടി നടക്കുന്നതായിരുന്നു അവൾക്ക് വിഷമം. അത്രയും സമയം കൂടെ ഞാൻ അവളുടെ ബോംബെയിലുണ്ടാവണം. ശരിയാ, ഒരു അനിയത്തിയും ഒരു ഏട്ടനെ ഇത്രയേറെ സ്നേഹിച്ചു കാണില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കേ? അതെ, ഈ ഏട്ടനെ കബളിപ്പിച്ച് ഒരു ഡിസംബറിൽ അവൾ അപ്പ കണ്ട ഒരു കൂടെ ഒളിച്ചോടിപ്പോയി. ഒരു വർഷം ഞാൻ ആ ഷോക്കിലായിരുന്നു. മദ്യപാനത്തിന്റെ ഹരിശ്രീ പഠിച്ച അവിടെ മുതല. അന്വേഷിച്ചില്ല? അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. തളർന്നുപോയി ഞാൻ. പിന്നെ എപ്പോഴോ കൂട്ടുകാരും പുസ്തകങ്ങളും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് എന്നെ നോർമലാക്കി. നാഷണൽ ജിയോഗ്രഫിക്ക് വേണ്ടി ഒരു അസൈൻമെന്റ് കിട്ടിയപ്പോഴാണ് ഒരു ഫോട്ടോ ഫീച്ചർ. അങ്ങനെയാണ് ഞാനും എൻ്റെ അസിസ്റ്റന്റ് നട്ടാഷയും കൂടെ മല്ലേശ്വരം മുടിയിലേക്ക് യാത്ര തിരിച്ചത്. ഒരു മിസ്റ്റിക് ബേർഡിനെ തേടി. കാട് ஆண்டவ பெருமாளே காப்பாற்றுகிறோம். 18 மலதெய்வங்கள் குடியிருக்கும் கோவில் தான் இந்த காடு. இந்த காட்டில் ஆனை இருக்கு, புலி இருக்கு, நரி இருக்கு, மான் இருக்கு, மயில் இருக்கு, மலம்பாம்பு இருக்கு. നീ ഇருக்கு. அதுக்குதான் நீ அல்ல, குராங்கு.
അതോടെ എവിടെ കുറിഞ്ഞിക്കുയിൽ? കറഞ്ചിക്കായലല്ല, കുറിഞ്ഞിക്കുയിൽ. அந்த குயில பேர வேண்டாம், பார்த்தா தலை பொட்டிச்சிருக்கு சாமியே. யக்ஷிக்குயில் ரொம்ப அழகான பாட்டு பாடி மனிதனை வசீகரிச்சு கொண்டு போய் ரத்த ஊற்றி குடிக்கும். Is that what it? Nothing, he is talking about the mystic bird. Oh, okay. ഈ വരവ് ഏതായാലും വെറുതെ ആവില്ല. അവളുടെ കേശാദിപാദം ഷൂട്ട് ചെയ്തിട്ടേ ഇത്തവണ മലയിറങ്ങും. നറ്റാഷ, ഗെറ്റ് മൈ എക്യുപ്മെന്റ്സ് റെഡി. Sure. கடவுளே காப்பாத்து. What happened? എന്തു പറ്റി? എനിക്കൊന്നും പറ്റില്ല. കുറിഞ്ചിക്കുയിലിന്റെ പാട്ട് കേട്ടാലും മന്ത്രം ചൊല്ലണം. What? ഇല്ലേനാ മലങ്കാലി കോപിക്കും. ഇനി എനിക്കൊന്നും പറ്റാറ്. നീങ്ക സത്ത് പോയിടും. അവളോവാൻ കടവുളെ എന്നെ മറ്റും കാപ്പാത്തുക്കോ. Stupid. ആ പൊട്ടൻ ചിന്നിനോടെ പോയി இங்க இருக்கு சாமி. இது எல்லாமே கருத்து போச்சு சாமி. தெய்வமே. ரொம்ப அழுக்கா இருக்கு. தண்ணி போட்டு கழுக வேண்டாம் சாமி. വേണ്ട ചാമേ, കറുപ്പിനഴകുന്ന പാട്ട് നീ കേട്ടിട്ടില്ല? ക്യാമറാവുക്കും കറുപ്പതാ അഴക്. കൊരങ്ങന്റെ ഈ പൂമല കിട്ടിയ പോലെ ആയി. என்ன சாமி? ഒന്നുമില്ല ചാമേ. എന്റെ ചായ എവിടെ? ചായ എപ്പോഴേ പോട്ടാச்சு சாமி. എന്നാ പോയി എടുത്തോണ്ട് വാ ചാമേ. എന്നാ ശരി சாமி. എന്നാൽ അവിടെ മറ്റൊരു മിസ്ത്രി എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എൻ്റെ സ്നേഹയുടെ അതേ മുഖച്ഛായുള്ള മറ്റൊരു പെൺകുട്ടി.